ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇളനീർ കേക്ക് എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാം എന്നാണ് കാണിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ബിഗിനേഴ്സിന് പോലും യൂസ്ഫുൾ ആവുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാം. അപ്പോൾ ഈ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് സ്പഞ്ച് കേക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദയാണ് യൂസ് ചെയ്യുന്നത്. 1 കപ്പ് മൈദയിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരല്പം ഉപ്പ് കൂടി ചേർത്തിട്ട് നല്ലപോലെ അരിച്ചെടുക്കുക. ഇത് അരിച്ചെടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെ എത്താനായിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. നല്ലപോലെ മിക്സ് ആക്കി അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറൊരു ബൗളിൽ 3 മുട്ട എടുക്കുക. ഈ 3 മുട്ടയും റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയായിരിക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മുട്ട ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമുക്ക് പതഞ്ഞ് കിട്ടും. അതിലേക്ക് 1/4 കപ്പ് ഷുഗർ കുറച്ചായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. പൗഡർ ഷുഗർ അല്ല, നോർമൽ ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഷുഗർ ചേർക്കുമ്പോൾ ഒരുമിച്ചെല്ലാം കൂടി ചേർക്കരുത്. അല്പമായിട്ട് ആദ്യം കുറച്ച് ചേർക്കുക, പിന്നെ കുറച്ച് ചേർക്കുക. അങ്ങനെ നമ്മൾ നല്ലപോലെ ക്രീമി ടെക്സ്ചറിൽ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബീറ്റ് ആയതിനു ശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്തൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ ചേർക്കുമ്പോൾ ഒരുപാട് ഇട്ട് ബീറ്റ് ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അത് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഈ ഒരു ബാറ്ററിലേക്ക് നമ്മളിനി നമ്മുടെ മൈദ ബേക്കിംഗ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, ആദ്യമേ അരിച്ച് വെച്ചത്, അത് നമ്മൾ പയ്യെ ആയിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ റെഡിയായ ബാറ്റർ നമ്മൾ കേക്കിംഗ് പാനിലേക്ക് മാറ്റുവാണ്. കേക്കിംഗ് പാൻ ഓൾറെഡി തന്നെ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. അതിനുശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു കേക്ക് ഞാൻ കുക്കിംഗ് റേഞ്ചിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് ഒരു അരമണിക്കൂറാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. കേക്ക് റെഡിയാവുന്ന സമയത്ത് ഞാനിവിടെ ഇളനീറിൻ്റെ കാമ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു ഇളനീർ 2 ഇളനീറിൽ നിന്നാണ് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതിൽ നിന്ന് കുറച്ച് പോർഷൻ നമ്മൾ ഒരു മിക്സിയിൽ ജാറിലേക്ക് മാറ്റുവാണ്. മുഴുവനായിട്ടും ചേർക്കണ്ട, കുറച്ച് നമുക്ക് ലെയറിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട ഈ ഒരു ഇളനീറിലേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം, അടിച്ചെടുക്കാം. അതായത് ഒരുപാട് പേസ്റ്റ് പോലെ ആവണ്ട, കുറച്ച് തരികളൊക്കെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിതിപ്പോൾ ഒന്ന് അടിച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് മാറ്റാം. ഇളനീറിൻ്റെ കാമ്പ് എടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇളനീറിൽ നിന്നുള്ള ആ ബ്രൗൺ കളറൊന്നും ഈ ഒരു കാമ്പിലേക്ക് വരാതെ നോക്കണം കേട്ടോ. ആ ബ്രൗൺ കളർ വന്നു കഴിഞ്ഞാൽ ഇത് കയ്പ്പരസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ വൈറ്റ് കളർ മാത്രമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ ഇളനീറിൽ നിന്ന്. ഇനിയിപ്പോൾ ഈ മിക്സിയിലേക്ക് ഞാൻ കുറച്ച് ഇളനീറിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് ഈ ഒരു പരുവത്തിൽ ലൂസാക്കി വേണം നമ്മൾ എടുക്കാനായിട്ട്. നമ്മൾ ഇതുകൊണ്ടിട്ടാണ് ഇളനീറിൻ്റെ ഈ ഒരു പേസ്റ്റ് കൊണ്ടിട്ടാണ് നമ്മൾ കേക്ക് വെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് കുറച്ചുകൂടി കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കാരണവശാലും ഇളനീറിൻ്റെ ടേസ്റ്റ് മാറുന്ന രീതിയിൽ, അതായത് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കുന്ന രീതിയിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കരുത്. ഓക്കെ, ഇളനീറിൻ്റെ ടേസ്റ്റാണ് നമുക്കിതിന് വേണ്ടത്. ആ രീതിയിൽ വേണം നമ്മൾ ചേർക്കാൻ കേട്ടോ. 30 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ചൂടാറാൻ വേണ്ടി ഞാനിവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കേക്ക് ചൂടാറുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയുള്ള വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. ഞാനിവിടെ മാക്ടോപ്പ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നാട്ടിൽ ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ UAE മാക്ടോപ്പാണ് നല്ല ബ്രാൻഡ്, എല്ലാവരും വാങ്ങിക്കുന്നത് നല്ലൊരു ബ്രാൻഡാണിത്. ഇതിന് നമ്മൾ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഓൾറെഡി ഷുഗർ ഉള്ളതാണിത്. അപ്പോൾ കുറച്ച് നേരം നമ്മൾ ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിൽ സ്റ്റിഫായിട്ട് കിട്ടുന്ന സമയത്ത് ബീറ്റിങ് നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീം റെഡി ആയതായിട്ട് മനസ്സിലാക്കാം. ഇനി നമ്മൾ കേക്ക് ലെയറിംഗ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് കേക്ക് ബോർഡിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്യുക. കേക്ക് തെന്നി മാറി പോവാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മുടെ ഏറ്റവും മുകളിൽ ലെയർ വെച്ച് കൊടുക്കാം. ആദ്യം കേക്കിൻ്റെ ഏറ്റവും മുകളിൽ ലെയർ വെച്ച് കൊടുക്കാം. ഇൻ ബിറ്റ്വീൻ ഞാൻ കേക്ക് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഫസ്റ്റ് ലെയർ എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും മുകളിലെ ലെയറാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കേക്കിലേക്ക് നമ്മൾ
കൊക്കനട്ടിൻ്റെ വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്താണ് ആദ്യമേ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് പിന്നീട് നമ്മൾ നേരത്തെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഇളനീരിൻ്റെ ആ മിക്സ് ഉണ്ടല്ലോ അത് കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വെറ്റാക്കി എടുക്കാം. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം നമ്മുടെ കേക്ക് എന്ന് പറയുന്നത് ബേസിക് വാനില സ്പഞ്ച് കേക്കാണ്. അതിന് ഇളനീരിൻ്റെ ടേസ്റ്റ് വരുത്തുന്നത് ഈ ഒരു മിക്സാണ്. അടുത്ത 2 ലെയറിലേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാണ്. സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കുക, ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, പിന്നെ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും അതുപോലെ തന്നെ ഇളനീരിൻ്റെയോടുള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക, വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ ഇളനീരിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. ഈ ഒരു സെയിം പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യുക. ടോപ്പ് ലെയർ വെക്കുന്നതിന് മുൻപായിട്ട് അതിൻ്റെ ഇൻസൈഡ് പോർഷൻ നമ്മൾ വെറ്റാക്കി വെച്ചിട്ട് വേണം ഇങ്ങനെ കമത്തി വെക്കാനായിട്ട്. ഇളനീരിൻ്റെ വെള്ളവും ആ ഒരു മിക്സായിട്ട് ഉൾഭാഗത്ത് നമ്മൾ ആദ്യമേ ഒന്ന് വെറ്റാക്കിയതിന് ശേഷം ഇത് കമത്തി വെക്കുക. എന്നിട്ട് ടോപ്പിലും ഇതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ കേക്കിൻ്റെ മുകളിൽ നമ്മളൊരു ക്രം കോട്ടാണ് ചെയ്യുന്നത്. ബേസിക് കോട്ടിങ് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം. 1 മണിക്കൂറാണ് ഞാൻ ഇനിയിപ്പോൾ ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോകുന്നത്. അതിനുശേഷം നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ബ്രൗൺ കളറൊക്കെ കവർ ചെയ്യുന്ന രൂപത്തിൽ ഇതൊന്ന് കേക്ക് മൊത്തത്തിലൊന്ന് നമുക്ക് ക്രീം തേച്ച് കവർ ചെയ്തെടുക്കാം. ബിഗിനേഴ്സ് ഞാനപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് റെഡ് കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ കേക്കിന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഷെഫ് മാസ്റ്ററിൻ്റെ കളറാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ UAE ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിൽ മിക്സ്ഡ് കളറായിട്ട്, അതായത് കുറച്ച് റെഡും കുറച്ച് വൈറ്റ് പിങ്ക് അങ്ങനെ ഒരു മിക്സ് കളറായിട്ടാണ് ഞാനിവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഡിസൈനിങ് ഒക്കെ നിങ്ങളുടെ ഐഡിയ അനുസരിച്ചിട്ട് നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓരോരുത്തർക്കും ഇതിനേക്കാളും നല്ല ഐഡിയാസ് ഉണ്ടാവും, അതനുസരിച്ച് ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ട റോസ് ഫ്ലവർ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിലേക്കൊരു പർച്ചിമെൻറ്റ് പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ നോസിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഈ കാണിച്ചിരിക്കുന്ന നോസിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, നോസിൽ ഒന്ന് ക്ലിയർ ആക്കി എടുക്കണം കേട്ടോ. നോസിലിൻ്റെ ടിപ്പിൽ എന്തെങ്കിലും എക്സ്ട്രാ വിപ്പിംഗ് ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ഓപ്പോസിറ്റ് ഇല്ലേ, ഓപ്പോസിറ്റ് പോലെ ഓവർലാപ്പ് ചെയ്തിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യുക. കുറച്ചൊന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയിട്ടുണ്ട് ക്യാമറയിൽ നിന്ന്, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്ത് റോസിൻ്റെ ആ ഒരു പെറ്റൽസ് പോലെ ഓവർലാപ്പ് ചെയ്തിട്ട് ആക്കിയെടുക്കാം. ഗ്ലാസിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് വേണം ബേക്കിംഗ് പേപ്പർ വെക്കാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ തെന്നിമാറി പോകും. ഈ ഒരു രീതിയിൽ റോസ് ആക്കിയതിന് ശേഷം നമ്മളിത് ഈ പേപ്പർ നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണ്. കുറച്ച് നേരം നമ്മളിത് ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോൾ ഇത് ആ ഷേപ്പ് അങ്ങനെ ഹോൾഡ് ചെയ്ത് നിൽക്കും. എന്നിട്ട് നമ്മളതിന് ശേഷമാണ് ഇത് കേക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി അടുത്തായിട്ടൊരു സ്റ്റാർ നോസിൽ യൂസ് ചെയ്തുകൊണ്ടിട്ട് ഞാൻ കേക്കിൻ്റെ ബോർഡേഴ്സ് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാം. നിങ്ങൾക്ക് ഏതാണ് ഈസി അതനുസരിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഡിസൈനാണ് കാണിക്കുന്നത് കേട്ടോ. പൈപ്പിംഗ് ബാഗിലേക്ക് കുറച്ച് വൈറ്റ് കളറും കൂടി മിക്സ് ആക്കിക്കൊണ്ടിട്ടാണ് ഇങ്ങനെ റെഡും വൈറ്റും ആയിട്ട് സ്റ്റാർ നോസിൽ സ്റ്റാർ വരുന്നത് കേട്ടോ. സിംഗിൾ കളർ വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ ആ ഒരു 2 കളർ വന്നോട്ടെ വെച്ചിട്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ ടോപ്പ് ലെയറിലും കേക്കിൻ്റെ ടോപ്പിലും ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു റോസ് നമ്മൾ കേക്കിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സിസേഴ്സ് ഉണ്ടെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ എടുക്കാൻ പറ്റുക ആ ഒരു രീതിയിൽ കേക്കിൻ്റെ ആ ഒരു പേപ്പറിൻ്റെ മുകളിൽ നിന്ന് എടുക്കാം. സിസേഴ്സിൻ്റെ ആവശ്യമില്ല, കാരണം ഈ ഒരു ഫ്ലവർ നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിയുമ്പോഴേക്കും അത് അത്യാവശ്യം ഹാർഡായിട്ടുണ്ടാവും. അതുകൊണ്ട് കൈ കൊണ്ട് എടുക്കുന്നതുകൊണ്ടിട്ടും അത് കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ ആ ഒരു ഷേപ്പിന് മാറ്റമൊന്നും വരില്ല. ഇത് കേക്കിൻ്റെ മുകളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു റോസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുന്ന പോലെ തോന്നും. അതായത് കുറച്ചൊന്ന് ഹൈറ്റിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീൽ കിട്ടാനായിട്ടാണ് വിപ്പിംഗ് ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ പറയുന്നത്. എന്നിട്ട് ഞാൻ ഈ ഒരു ഇതിൽ 3 റോസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 3 റോസും കൂടി ഞാൻ ഈ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം.
വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമുക്കത് മുറിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നല്ല പഞ്ഞി പോലെ എന്ന് പറയില്ല, അതുപോലത്തെ ഒരു കേക്കാണ്. ഇത് കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ശരിക്കും ഒരു മൗത്ത് മെൽറ്റിംഗ് കേക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു അത്രക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണിത്. അതുപോലെ തന്നെ ഇളനീറിൻ്റെ ടേസ്റ്റും അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇളനീറിൻ്റെ ടേസ്റ്റ് ഇതിൽ നല്ലോണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇളനീർ കടിക്കാൻ കിട്ടുന്നുണ്ട്. എല്ലാം കൊണ്ടിട്ടും നല്ലൊരു പെർഫെക്റ്റ് ഒരു റെസിപ്പി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിൽ അറിയിക്കാം കേട്ടോ.